അസാധാരണമായ സംഘർഷം തന്നെയാണ് ജന്തർ മന്ദർ റോഡിൽ ഇപ്പോൾ തുടരുന്നത്. നടൻ പ്രകാശ് രാജിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ലോറിക്ക് മുകളിൽ കയറി ഭരണഘടനയുടെ കോപ്പിയുമായിട്ടാണ് ആ നടൻ പ്രകാശ് രാജ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. അദ്ദേഹത്തിന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നത് നൂറുകണക്കിന് വരുന്ന രാജ്യത്തെ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, പ്രതിഷേധിക്കാനെത്തിയ വിവിധ വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കളാണ്. നിരവധി തവണ പോലീസ് ലാത്തിചാർജ് നടത്തി, നിരവധി തവണ ലാത്തിചാർജ് നടത്തി. ഈ ലാത്തിചാർജിലൊക്കെ ആ പരിക്കേറ്റവരുടെ क्या हुआ जी? सर पे मारा, मेरे सर पे। और अभी हम सब ने मिलकर आगे बढ़ने की कोशिश करी थी, उसके बाद सारे के सारे ने टायर ने हवा निकाली है। ये आप देख रहे हो, तोड़ी है, अंदर ले जाके जो अंदर बैठे हैं उन पे मारपीट की गई है। उनका कोई काम नहीं था, किसी तरह की रजे नहीं थी। എന്തായാലും അസാധാരണമായിട്ടുള്ള സംഘർഷവും പ്രതിഷേധവും തന്നെയാണ് ഇവിടെ നടന്നത്. ये पुलिस वाले से पूछिए कितना फंडिंग आया इन लोगों को लड़कियों को मारने के लिए। ये साले लोग को कितना फंडिंग आया लड़कियों को मारने के लिए, लड़कियों को ट्रक से गिराने के लिए कितना फंडिंग आया है, मुझे बताइए लोग. ഇവിടെ ക്യാമറമാൻ രാജേഷ് പകർത്തുന്ന ദൃശ്യങ്ങൾ കാണാം. കൂടാതെ ബാഗ്, ചെരുപ്പുകൾ എന്ന് വേണ്ട ബാഗുകൾ അടക്കമുള്ളവ, പേഴ്സുകൾ അടക്കമുള്ളവ വളരെ രീതിയിൽ ചിന്നിച്ചെറിയേണ്ടത് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ആ പോലീസിന്റെ ലാത്തി ചാർജിലും ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയവർ ഓടിയപ്പോൾ വീണ് പരിക്കേറ്റവരുടേതായ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരുമാണ് ജന്തർ മന്ദർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ജന്തർ മന്ദർ റോഡ് എന്തുകൊണ്ട് പ്രശസ്തമെന്ന് ചോദിച്ചാൽ ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ അർഹതയുള്ള അല്ലെങ്കിൽ അതിന് അനുവാദമുള്ള ഏക സ്ഥലമാണ് ഈ ജന്തർ മന്ദർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ നോക്കിയപ്പോഴാണ് സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധമുണ്ടായത്. പോലീസും പ്രതിഷേധക്കാരും പലതവണ ഏറ്റുമുട്ടി. ആ പോലീസ് ലാത്തിചാർജ് നടത്തി. പോലീസ് മാത്രമല്ല, CRPF ഉണ്ട്, ദ്രുതകർമ്മസേനയുണ്ട്, ഡൽഹി പോലീസ് ഉണ്ട്. ഈ മൂവരും ചേർന്ന് വിദ്യാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ തല്ലിച്ചതച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പോലീസിനെ സംബന്ധിച്ച ഈ പ്രതിഷേധം ജന്തർ മന്ദറിനകത്ത് തന്നെ അതിനകത്ത് തന്നെ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഡൽഹിക്ക് പുറത്ത് അതീവ സുരക്ഷാ മേഖലയിലൂടെ ഈ ഒരു പ്രതിഷേധം അനുവദിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിമാറും. ഡൽഹി പോലീസിനെ സംബന്ധിച്ചും വലിയ തലവേദന തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യം. മണിക്കൂറുകളായിട്ടും ഈ ഒരു പ്രതിഷേധത്തെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ആയിട്ട് പോലീസിന് സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ വാർത്തകളിലൂടെയും അല്ലാതെയും എല്ലാം അറിഞ്ഞ് നൂറുകണക്കിന് വരുന്ന പ്രതിഷേധക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് RAF ദ്രുതകർമ്മ സേനാംഗങ്ങളുടെ ദൃശ്യങ്ങളാണ്. തൊട്ടിപ്പുറത്ത് CRPF ഉണ്ട്, ഡൽഹി പോലീസ് ഉണ്ട്. പോലീസും പ്രതിഷേധക്കാരും പലതവണ ഏറ്റുമുട്ടി, നേർക്കുനേർ ഏറ്റുമുട്ടി. കല്ലും വടികളും ചെരുപ്പുകളും ഉപയോഗിച്ച് പ്രതിഷേധക്കാർ പോലീസിനെ നേരിട്ടു. പോലീസും വളരെ ശക്തിയോടുകൂടി തന്നെ പ്രതിഷേധക്കാരെ നേരിട്ടു. സമാനതകളില്ലാത്ത അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളം തന്നെയാണ് ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങൾ. ഡൽഹി ജന്തർ മന്ദർ റോഡിൽ നിന്ന് ക്യാമറമാൻ രാജേഷിനൊപ്പം ജോസഫ് കെ തോമസ്, മനോരമ ന്യൂസ്.